ഹലോ ഡിയേഴ്സ്, പല സ്ത്രീകളും അനുഭവിക്കുന്ന ഒരു കാര്യമായിരിക്കും ആർത്തവ സമയത്ത് അവർ സൂപ്പർ ആവുന്നത് അല്ലേ. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ആവുന്നത്? അവർക്ക് ലൈംഗികതയോട് കൂടുതൽ താല്പര്യം ആ സമയത്ത് ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? എല്ലാ സ്ത്രീകൾക്കും ഒന്നുമില്ല കേട്ടോ, എന്നാൽ മിക്ക സ്ത്രീകൾക്കും ഇങ്ങനെ ഉണ്ടാവാറുണ്ട്. ഈ സമയത്താണ് അവർക്ക് വയറുവേദനയും നടുവേദനയും തലവേദനയും ഒക്കെ ഭയങ്കരമായിട്ട് അവരനുഭവിക്കുന്നുണ്ടാവില്ല ചിലർക്ക് കേട്ടോ. ഭയങ്കരമായിട്ട് ക്രാംസ് ഒക്കെ ഉള്ളവരുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടാവുമ്പോഴും ഇങ്ങനെയുള്ളൊരു ചിന്ത വരുമ്പോൾ അവർക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈംഗികത ചെയ്യാനും താല്പര്യമില്ല. പക്ഷെ ഇങ്ങനെ വരുന്നുണ്ട്, ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് എന്നൊക്കെ അവർ ചിന്തിക്കാറുണ്ട്. ചിലർ അയ്യോ ഇത് പാവമാണോ ഞാൻ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്, അങ്ങനെ വരെ ചിന്തിക്കുന്നവരുണ്ട്. എന്തുകൊണ്ടായിരിക്കും സ്ത്രീകൾക്ക് ഇങ്ങനെ വരുന്നത്? നമുക്ക് ഇന്ന് ഇതിനെപ്പറ്റി സംസാരിക്കാം. നിങ്ങൾക്ക് ആർത്തവം എന്താണെന്നറിയാമോ? ആർത്തവത്തെ ശരിക്കും എന്താണ് സംഭവിക്കുന്നതെന്ന് നിനക്കറിയാമോ? ആർത്തവ സമയത്ത് സ്ത്രീകൾക്ക് ഫിസിക്കലി മെൻ്റലി എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്, ഇതിനെപ്പറ്റിയൊക്കെ അറിയാൻ വേണ്ടി താല്പര്യമുണ്ടോ? കറക്റ്റായിട്ട് സ്ത്രീയും പുരുഷനും ഒക്കെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഒരു സ്ത്രീയെ ശരിയായിട്ട് അറിയണമെങ്കിൽ അവളുടെ ആർത്തവ സമയത്ത് അവൾക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അങ്ങനെ അറിയാൻ വേണ്ടി നിങ്ങൾ ഒത്തിരി സഹായിക്കുന്ന ഒരു ബുക്കുണ്ട്, കുക്കു ഓഫ് അമിലാണ്. ഈ ഓഡിയോ ബുക്കാണ്. ഇത് കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ആർത്തവമെന്നും എങ്ങനെയൊക്കെ ഇത് സംഭവിക്കുന്നത്, ഇതിലൂടെ ഉണ്ടാകുന്ന അവർക്ക് എന്തൊക്കെ ചേഞ്ചസുകളൊക്കെയാണെന്നും എല്ലാത്തിനും A to Z കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഒരു പെണ്ണിനെ നന്നായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇതിലൂടെ സാധിക്കും. അപ്പം നിങ്ങൾക്കിത് കേൾക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളിത് കേട്ടിരിക്കണം. കാരണം ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഇത് കേൾക്കാം. കുക്കു ഓഫ് അമ്മിൽ 7 ദിവസം നിങ്ങൾക്ക് കുക്കു ഓഫ് അമ്മ ഭയങ്കര ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും കേട്ടോ. സാധാരണ പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ 2 രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് പോകും. കുറച്ച് കഴിയുമ്പോൾ തന്നെ 2 രൂപ തിരിച്ചു വരും കേട്ടോ. അത് കഴിഞ്ഞു ഒരാഴ്ച എന്തേലും ബുക്കുള്ളതെന്ന് പറയും. ഒരുപാട് ബുക്സ് ഉണ്ട് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ. ലോകോത്തര നിലവാരമുള്ള ഒരുപാട് ബുക്സ് ഉണ്ട്. നിങ്ങൾക്ക് അതൊക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റും. എന്നിട്ട് 7 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് 99 രൂപ കൊടുത്തിട്ട് റീചാർജ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ കുക്ക് ഓഫ് അമ്മ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഫസ്റ്റ് കമൻറ്റായിട്ട് ഞാൻ കൊടുത്തേക്കാം. കയറിയിട്ട് ഒരാഴ്ച നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബുക്കൊക്കെ കേൾക്കും കേട്ടോ. അപ്പോൾ എന്തുകൊണ്ടാണ് ആർത്തവ സമയത്ത് സ്ത്രീകൾക്ക് ഇങ്ങനെ ലൈംഗിക താല്പര്യങ്ങൾ കൂടുന്നത്? തിയറിയിലൊക്കെ പറയുന്നത് ഈസ്ട്രജൻ കുറയുമ്പോൾ പ്രൊജസ്ട്രോൺ കുറയുമ്പോൾ എന്താണ് അവർക്ക് ലൈംഗിക താല്പര്യങ്ങൾ കുറയുന്നു എന്നാണ് അല്ലേ. എന്നാൽ ഇവിടെ സംഭവിക്കുന്നത് എങ്ങനെയാണ്? ഈ സമയത്ത് പുരുഷ ഹോർമോൺ കുറച്ചധികം കൂടുന്നുണ്ട് അവരുടെ ശരീരത്തിൽ, ചിലവരുടെ ശരീരത്തിൽ. അപ്പോൾ എന്താക്കും, നന്നായിട്ട് ബ്ലഡ് സർക്കുലേഷനൊക്കെ അവരുടെ സ്വകാര്യ ഭാഗത്തേക്ക് എത്താനും നല്ല രീതിയിൽ അവർക്ക് ലൈംഗികപരമായിട്ടുള്ളൊരു ഉണർവ് ഉണ്ടാകുകയും ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല ചില സൈക്കോളജി ഫാക്ടേഴ്സും ഉണ്ട്. ഈ സമയത്ത് ലൈംഗികബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ കുട്ടികൾ ഉണ്ടാവില്ല എന്നുള്ള തോട്ട്സ് ചിലർക്കുണ്ട്. എന്നാൽ സത്യമാണോ? അല്ല അല്ലേ, ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള തോട്ട്സ് ഉള്ളതുകൊണ്ടും ഇങ്ങനെ ഏർപ്പെടാനുള്ള ചിന്തയൊക്കെ വരാം കേട്ടോ. അപ്പോൾ ഈ 2 കാരണങ്ങളാണ് ഇങ്ങനെ വരുന്നത്. പിന്നെ ഈ സമയത്ത് ലൈംഗികബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ ശരിയാണോ? ഓക്കെ ആണോ? ഈ സമയത്ത് നിങ്ങൾ പങ്കാളിക്ക് 2 പേർക്കും നിങ്ങൾക്ക് ലൈംഗികബന്ധത്തിൽ ഏർപ്പെടാൻ താല്പര്യമുണ്ടെങ്കിൽ ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ഒരാളെ നിർബന്ധിച്ച് ചെയ്യരുതെന്നുള്ളൂ കേട്ടോ. അപ്പോൾ സയൻസ് പറയുന്നത് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല, ഗുണങ്ങളുണ്ടെന്നാണ് പറയുന്നത്. കാരണം ആ സമയത്ത് ഉണ്ടാകുന്ന ഭയങ്കര ക്രാംസും വേദനയൊക്കെ കുറയാൻ സഹായിക്കുമെന്നും പെയിൻ കില്ലറാണെന്നും ചിലർക്ക് ഭയങ്കരമായിട്ട് മൈഗ്രെയിനൊക്കെ ഉണ്ടാകുന്ന സമയത്തിൽ ആ മൈഗ്രെയിനൊക്കെ കുറയാൻ സാധിക്കുമെന്നും പിന്നെ നന്നായിട്ട് ലൂബ് ഉള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ ആവശ്യമില്ലെന്നും അതുപോലെ ബ്ലീഡിങ് ഒക്കെ പെട്ടെന്ന് നിൽക്കാനൊക്കെ സഹായിക്കുമെന്നൊക്കെ പറയുന്നു. എന്നാൽ നിങ്ങൾക്ക് ലൈംഗിക രോഗങ്ങളുള്ളവരാണ് എങ്കിൽ, നിങ്ങൾക്ക് ലൈംഗിക രോഗമുള്ള ആൾക്കാരാണെങ്കിൽ ബന്ധപ്പെടാതിരിക്കുകയാണ് നല്ലത്. കാരണം ബ്ലഡിലൂടെ വളരെ പെട്ടെന്ന് തന്നെ ഇൻഫെക്ഷൻ പകരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിലും ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ അതേപോലെ സേഫ്റ്റി ആയിട്ടൊക്കെ എന്നാലും ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെയുള്ള ലൈംഗിക രോഗമൊന്നും ഇല്ലാത്ത ആൾക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാൻ താല്പര്യമുണ്ടെങ്കിൽ ബന്ധപ്പെടുന്നതുകൊണ്ട് ഒരു കുഴപ്പവും ഇല്ല. നല്ല ഹൈജീനായിട്ട് അതുപോലെ ഷീറ്റൊക്കെ വിരിച്ചിട്ട് അതിൻ്റെ മുകളിൽ നിന്ന് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതായിരിക്കും നല്ലത്. വളരെ നല്ല ക്ലീനായിട്ട് ചെയ്യണം. അപ്പോൾ ചിലർക്കൊന്നും ഇതൊന്നും ദഹിക്കത്തില്ല. കാരണം അങ്ങനെ ഒരു തലമുറ ജീവിച്ച ആൾക്കാരുണ്ട് നമ്മളുടെ കൂടെ. ആർത്തവമാകുമ്പോൾ ഏതെങ്കിലും ഒരു മുറിയിൽ മൂലയ്ക്ക് ഒതുങ്ങിക്കൊണ്ടവളാണ് സ്ത്രീ എന്ന് അങ്ങനെയൊക്കെ ഉള്ള കൺസെപ്റ്റൊക്കെ ഉള്ളവരുണ്ട്. പക്ഷേ അതിൻ്റെ ആവശ്യമുണ്ടോ? താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ യു നെക്സ്റ്റ് ടൈം.